ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് സുർബിയാൻ റൈസിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു അടിപൊളി റൈസ് റെസിപ്പിയാണ് കേട്ടോ. കുറച്ച് സ്പൈസ് പൗഡറൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി റൈസാണിത്. നമ്മുടെ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ നല്ലപോലെ ട്രെൻഡിങ് ആയിട്ട് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ഉരുളൻകിഴങ്ങ്, ചെറുതായതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു വലുതെടുത്താലും മതിയാവും. പിന്നെ ഒരു ക്യാപ്സിക്കം, പിന്നെ തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക. അതുപോലെ നല്ല വലിയൊരു ഉള്ളി, പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളി. ഇതാണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പച്ചമുളകും വേണം കേട്ടോ. ഒരു 7-8 പച്ചമുളകും കൂടി വേണം. പിന്നെ കുറച്ച് സ്പൈസസിൽ മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ജീരകമാണ്. നല്ല ജീരകം ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പൂ, ഏലക്കായ, കറുകപ്പട്ട, പിന്നെ കുരുമുളക്, പിന്നെ പച്ചമല്ലി അത് ഏകദേശം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ 1 ക്യൂബ് ചിക്കൻ സ്റ്റോക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് റൈസിന് ഏകദേശം 1 ചിക്കൻ സ്റ്റോക്കൊക്കെ ധാരാളമാണ്. ഇപ്പോൾ ഒരു 5 കപ്പ് 6 കപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു 2 ചിക്കൻ സ്റ്റോക്ക് എങ്കിലും ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ലോങ് ഗ്രെയിൻ ബസുമതി റൈസാണ്. അപ്പോൾ സെല്ലാ റൈസ് ഉണ്ടെങ്കിൽ സെല്ലാ റൈസ് എടുക്കാം. അപ്പോൾ ഇത് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞാൽ വെള്ളം വാർത്ത് കളഞ്ഞ് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ജീരകമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നല്ലതുപോലെ ചെറുതായി അരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ റൈസിൻ്റെ അളവ് കൂടുതൽ എടുക്കുന്നതിനനുസരിച്ചിട്ട് ഉള്ളിയുടെ അളവും കുറച്ച് കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. അതായത് നമ്മുടെ ക്യാപ്സിക്കം ഇതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞത്, പൊടിയായി അരിഞ്ഞത്, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ അരിഞ്ഞിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 7-8 പച്ചമുളക് നെടുകെ കീറിയതും, പിന്നെ നമ്മുടെ ഉരുളൻകിഴങ്ങ് നല്ല വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഇനി നമുക്ക് നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ച് റെഡിയാക്കി എടുക്കാം. അതിന് ശേഷം വേണം നമുക്കിതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാനാണ് ടേസ്റ്റ് സുർബിയാൻ റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെയാണ് ഒരു 7-8 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേ ഉരുളൻകിഴങ്ങ് കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ സ്റ്റോക്കും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. അപ്പോൾ തക്കാളി ഞാൻ മിക്സിയിലെ ജാറിൽ അടിച്ചിട്ടാണ് ചേർക്കുന്നത്. നല്ല വലിയ ഒരു പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തക്കാളി ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ മസാല ഒന്ന് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ധാരാളം. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. അത് 1 ടീസ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ചധികം ഇതിലേക്ക് ചേർത്ത് പോയി. മഞ്ഞൾപ്പൊടി കുറച്ച് അധികമായതുകൊണ്ട് ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസമൊന്നും വരില്ല, അറിയാതെ അധികമായി പോയതാണ്. അപ്പോൾ നമ്മുടെ റൈസിൻ്റെ കളറൊന്നും ചിലപ്പോൾ ചേഞ്ചായി വരും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി എണ്ണ തെളിയാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലയിലെ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി കഴുകി വൃത്തിയാക്കി ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അതുപോലെ ഉപ്പ് നോക്കിയിട്ട്, മസാലക്കൂട്ടിലെ ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് മാത്രം ചേർത്താൽ മതി. കാരണം നമ്മൾ ഓൾറെഡി ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർത്തിട്ടുണ്ട്, അതിൽ തന്നെ അത്യാവശ്യം ഒരു ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ചിക്കനൊക്കെ ചേർത്ത് ഇളക്കി ഒന്നുകൂടി ഉപ്പ് നോക്കുക. പിന്നെ ഉപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചിക്കനിലേക്ക് പിടിക്കാൻ അത്യാവശ്യം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി.
അപ്പോൾ നമുക്കിനി ചിക്കൻ വേവിക്കാൻ വെക്കണം, അടച്ചിട്ട് വേവിക്കാൻ വെക്കണം. ഒട്ടും വെള്ളം ചേർക്കരുത്. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്ന് ഒരു 3/4 ഭാഗത്തോളം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് അതേ അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതും കൂടി നമുക്ക് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ കണക്ക് നോക്കാം. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. നമ്മൾ ഓൾറെഡി കുറച്ച് കുതിർത്ത അരിയാണല്ലോ, അപ്പോൾ 1.5 കപ്പ് വെള്ളം മതി. അപ്പോൾ ഞാൻ 2 കപ്പ് അരിക്ക് എനിക്ക് വേണ്ടത് 3 കപ്പ് വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ചിക്കൻ നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ ഈ മസാലയിൽ തന്നെ ഏകദേശം 1 കപ്പോളം വെള്ളം ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ബാക്കി 2 കപ്പ് വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കരുത്. വെള്ളം നല്ലതുപോലെ വെട്ടി തിളപ്പിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ അതിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം സെപ്പറേറ്റ്. അപ്പോൾ അതിന് വേണ്ടി എടുത്ത് മാറ്റുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചോറ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളം ഓൾറെഡി അതിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതേ 2 കപ്പ് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. നന്നായി തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കഴുകി വൃത്തിയാക്കി കുതിർത്ത അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുതിർത്ത അരിയാണ്, പെട്ടെന്ന് വേവും. പക്ഷേ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മുടെ റൈസ് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതേ നമ്മുടെ സുർബിയൻ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഡ്രോപ്സ് ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ റൈസ് ചൂടോടുകൂടി തന്നെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു കയ്യിലോ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചോറൊന്നും അങ്ങനെ കട്ട കുത്തിപ്പോവും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ചൂടോടുകൂടി തന്നെ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാനിൽ ഒരു വലിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഇതിൽ വേണമെങ്കിലും പൊരിച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഈ ബട്ടറിൽ പൊരിക്കുന്ന ചിക്കനിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസസ് ചേർത്തിട്ട് ഒന്ന് 2 സൈഡും നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വേവ് ഓൾറെഡി ഈ ചിക്കൻ ഉണ്ട്. അപ്പോൾ ഇനി ബട്ടറിലൊക്കെ ഇട്ടിട്ടൊന്ന് 2 സൈഡും ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നന്നായി കുക്കായി വന്നോളും. അപ്പോൾ ഈ സുർബിയാൻ റൈസ് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ, നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മല്ലിയിലയും പുതിനയിലൊക്കെ ഇട്ടിട്ടാണ് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഞാനത് നമ്മുടെ ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ 2 തരത്തിൽ സെർവ് ചെയ്യാം. ഒന്ന് ഇതേപോലെ റൈസൊക്കെ വിളമ്പി റെഡിയാക്കി അതിൻ്റെ മുകളിൽ നമ്മൾ പൊരിച്ച ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പോൾ റൈസൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മഞ്ഞപ്പൊടിയുടെ അതിപ്രസരം കാരണം കൊണ്ട് കുറച്ച് കളർ ചേഞ്ച് ആയിട്ടുണ്ടെന്നുള്ളൂ, പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ സുർബിയാൻ റൈസിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മൊത്തത്തിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ബട്ടറൊക്കെ ആ പാനിൽ ബാക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ബട്ടറൊക്കെ ചേർന്നാൽ തന്നെ ഈ റൈസിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ റൈസും അതുപോലെ ചിക്കനും ഇങ്ങനെ സെപ്പറേറ്റ് വിളമ്പുന്നതിനേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റ് എല്ലാതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെർവ് ചെയ്തത്. ആക്ച്വലി ഞാനിത് ചിക്കൻ മൊത്തത്തിൽ റൈസുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് വിളമ്പിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റൈസ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. പിന്നെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. എന്നാലാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജസൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനിയും മറ്റു വ്ളോഗുമായിട്ടും റെസിപ്പീസായിട്ടൊക്കെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു.